കിട്ടിച്ചാൽ മതി. ഹെയർ കോപ്പി അങ്ങനെ തന്നെ താഴേക്ക് നിൽക്കിട്ട് ചെയ്ത് ഒന്നുകൂടെ ചെയ്തേ. അമ്മാമനെ ചിരിപ്പിച്ചിട്ട് അല്ല വന്നിട്ട് ഉപ്പൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇങ്ങനെ താല്പര്യമുണ്ട് മാരേജ് ചെയ്യാൻ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. അവര് ഓക്കെയാണ്, പാരന്റ്സ് ആയിട്ട് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർക്കൊന്ന് തിരിച്ചു പിന്നെ ഫോൺ വിളിക്കുമ്പോഴൊക്കെ എന്തോ അടിയാണ്, അടി ഇടി തല്ല് ഇതല്ലേ സ്ഥിരം പരിപാടി, അതന്നെ സ്ഥിരം കലാപരിപാടി. അതൊക്കെ തന്നെ, ഒന്നുമില്ല. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ കിടിലം പ്ലാനിങ് ആയിരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ അങ്ങോട്ട് റീൽസ് ആയിരിക്കും, തിരിച്ചിങ്ങോട്ട് റീൽസ് ആയിരിക്കും. അങ്ങനെ ഒരു 100 റീൽസ് അങ്ങോട്ട് കിടക്കണ്ടാവും. പക്ഷെ അതിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല, അങ്ങോട്ട് അയച്ചു കൊടുക്കും. ബബിനെയും ഞങ്ങൾക്ക് അറിയുന്ന ആള് തന്നെയാണ്. അപ്പൊ ബബിനും അവളും നല്ല ഒരു മാച്ചാണ്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങളുടെ ഫാമിലിയിലേക്ക് ബബിനെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്, വരാണ് അവൻ. അതുപോലെ ഫെസിയും. ഏറ്റവും സിംപ്ലിസിറ്റി കീപ്പ് ചെയ്യണ ഒരാളാണ്. കംഫർട്ട് എപ്പോഴും നോക്കിയിട്ട് സിംപ്ലിസിറ്റിയിൽ നടക്കുന്ന ഒരാളാണ്. പക്ഷെ അത് കാരണം ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കല്യാണത്തിന് എങ്ങനെയായിരിക്കോ ഡ്രസ്സ് ഇടാ, അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കല്യാണത്തിന് ഉറപ്പിക്കുന്നതിനൊക്കെ എൻഗേജ്മെന്റിനൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ആകെ ഞെട്ടിപ്പോയി. ഇന്നൊക്കെ ഞങ്ങൾ ഞെട്ടിത്തരിച്ചു പോയി അവളുടെ മുഖം കണ്ടിട്ട്. എന്ത് സുന്ദരിയായിക്കണേ. അതുപോലെ ഫെസിയും ബബിനും ഏറ്റവും സന്തോഷത്തോടു കൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകട്ടെ. എല്ലാവിധ ആശംസകളും ഒത്തിരി പ്രാർത്ഥനകളും. അപ്പോൾ അവർ രണ്ടുപേരും നല്ലൊരു ജോഡിയാണ്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും നല്ലൊരു വിവാഹത്തിന്റെ മംഗളാശംസകൾ നേടും. ഏകദേശം കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു. കഴിഞ്ഞ വർഷം ജനുവരി 2025 ജനുവരി അവസാനത്തോട് കൂടിയിട്ട് മാരേജിൻ്റെ കാര്യങ്ങളൊക്കെ ഡേറ്റും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. പിന്നെ 1 ഇയർ അത്തിരിപ്പായിരുന്നു ഇത് വേണ്ടി.